കോൺഗ്രസിൽ ഐക്യമുണ്ടായേ തീരുവെന്ന് കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരം. ഇങ്ങനെ പോയാൽ പോരെന്നും പ്രശ്നങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യണമെന്നും നേതാക്കൾ. ഐക്യം വ്യക്തമാക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കും. വി.ഡി. സതീശനും കെ. സുധാകരനും ദീപാദാസ് മുൻഷിയും പങ്കെടുക്കും. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ലെന്ന് കെ.സി. വേണുഗോപാൽ. പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്നും ആവശ്യം. മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യെന്ന് ടി സിദ്ദിഖും പറഞ്ഞു. വിവരങ്ങളുമായി കെ.ആർ. സാജു ഉണ്ട്. സാജു, ഈ ഐക്യം അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു യോഗം തന്നെയാണിത്. എന്തെല്ലാമാണ് ഈ നേതാക്കൾ പ്രധാനമായും വ്യക്തമാക്കിയത്? ഐക്യത്തിന്റെ കാഹളം മുഴക്കുന്നതായിരുന്നു ഇന്നത്തെ കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയുടെ പൊതുവികാരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഐക്യമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന തലത്തിലേക്കായിരുന്നു ചർച്ചകളുടെ എല്ലാം ഏകദേശ രൂപം. ഐക്യം സർവതല സ്പർശിയായിരിക്കണം എന്ന് നേതാക്കൾ പറഞ്ഞു. പ്രശ്നങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് സ്വയം തിരുത്തി മുന്നോട്ടു പോകണം എന്ന നിലയിലാണ് കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ചർച്ചകൾ. പറഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നവും പാർട്ടിയിൽ ഇല്ല എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ നിലപാട്. മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ എന്ന് ടി സിദ്ദീഖ് പറഞ്ഞു. അത് മനസ്സിൽ വെച്ച് നേതാക്കൾ പെരുമാറണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയകാര്യ സമിതിയുടെ ഗൗരവം എല്ലാവരും ഉൾക്കൊള്ളണമെന്നായിരുന്നു ബെന്നി ബെഹനാന്റെ ആവശ്യം. മാസത്തിൽ ഒരിക്കലെങ്കിലും ആ യോഗം ചേരണമെന്ന ആവശ്യവും ബെന്നി ബെഹനാൻ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഐക്യത്തിന്റെ സന്ദേശം താഴെ തട്ടിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടു കൂടി നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. മിക്കവാറും നാളെ തന്നെ ആ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ നേതാക്കൾക്കെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന കരുനീക്കങ്ങൾ പാർട്ടിക്ക് ഒരു ഗുണവും ചെയ്യില്ല, അത്തരം ചർച്ചകൾ ഈ ഘട്ടത്തിൽ പാടില്ല എന്ന് മുതിർന്ന നേതാവായ PJ കുര്യൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് അത് മറ്റ് നേതാക്കൾ ഏറ്റെടുക്കുകയും ഇത്തരം തർക്കങ്ങൾ തെറ്റായ സന്ദേശം നൽകും, അത് അണികളെ വേദനിപ്പിക്കും എന്ന തലത്തിലും അതിനാൽ യോജിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം, ആദ്യത്തെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിരിക്കണം എന്ന നിലയിലേക്ക് ആ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് കെ.പി.സി.സിയിൽ യോഗത്തിലുണ്ടായത്. ഒപ്പം തന്നെ പുനഃസംഘടനയിൽ നിലപാട് വേണം, വ്യക്തമായ നിലപാടോടുകൂടി മുന്നോട്ട് പോകണം, ചർച്ചകൾ അനാവശ്യമായി നീക്കരുത്. PV അൻവറിന്റെ UDF പ്രവേശനത്തിന്റെ കാര്യത്തിൽ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൽ കൂട്ടായ തീരുമാനമാണ് വേണ്ടത് എന്ന നിലയ്ക്കാണ് നടത്തിയത്. പക്ഷേ PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായി ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ ചർച്ചയിൽ ആ വിഷയത്തിലേക്ക് പോയതായി നമുക്ക് ഈ ഘട്ടത്തിൽ വിവരം ലഭിക്കുന്നില്ല. ഇന്ന് ഐക്യമുണ്ടാവണം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കണം എന്ന നിലയ്ക്കുള്ള ചർച്ചകളാണ് പൂർണ്ണമായും പുരോഗമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർട്ടിക്കുള്ളിൽ ഐക്യം ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തിരിച്ചറിവോടുകൂടി നേതാക്കൾ ആ യോഗത്തിൽ സംസാരിച്ചു. അത്തരം കാര്യങ്ങളിലാണ് ഇന്ന് കൂടുതലും ഊന്നിയത്. മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ചകൾ, വ്യക്തിഗതമായ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ പോയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ശരി, വിവരങ്ങൾ നൽകിയത് കെ.ആർ. സാജു ആയിരുന്നു.